ആ നീയോ? എന്തൊരു മുന്നറിയിപ്പില്ലാതെ? എന്തു പറ്റി മോളെ? ഞാൻ എത്ര തവണ പറഞ്ഞു വെച്ചാ എനിക്ക് അവിടെ പറ്റണില്ല. എനിക്ക് മടുത്തു. ഇനി എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കല്ലേ. എന്നെ ഒന്ന് മനസ്സിലാക്ക്. അതിനിപ്പോ എന്താ പ്രശ്നം ഉണ്ടായി മോളെ? രാജേഷ് എന്തെങ്കിലും പറഞ്ഞോ? അവിടെ എന്നും പ്രശ്നമാണ് അച്ഛാ. അവർക്കൊന്നും എന്നെ പിടിക്കണില്ല. എന്നെ കൊണ്ട് പറ്റണില്ല അവിടെ നിക്കാൻ. നീ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോന്നിട്ട് നിന്റെ ജീവിതം തുലയ്ക്കാനാണോ? നിന്റെ സ്വഭാവം കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയണല്ലേ. നിനക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ? പ്രിമേ, നിന്റെ മോളിതാ പെട്ടിയും കിടക്കയായി വന്നു. എടി, കഴിഞ്ഞ തവണ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞു തീർത്തിട്ടല്ലേ ഇവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അന്നും ഇവിടെടുത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടെ പെട്ടിയും കിടക്കി എടുത്തിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ ആരും നോക്കുന്നു കരുതിയിട്ടാ? മോളെ, നീ ഇങ്ങനെ ചെയ്ത ഞങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളൊന്നും ചെയ്യണ്ട. എനിക്കറിയാൻ നീ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും നാളായിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ ഇനി എന്താണ് മനസ്സിലാക്കേണ്ടത്? നീ എത്രാമത്തെ തവണയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത്? സ്വന്തം വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന പോലെ ഒരിക്കലും അന്യന്റെ വീട്ടിൽ കാട്ടിക്കൂട്ടാൻ കഴിയില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ഞങ്ങൾ എന്ത് പറയും? അപ്പൊ നിങ്ങൾക്ക് എന്റെ ജീവിതത്തെ കുറിച്ചല്ല, നാട്ടുകാരോടും വീട്ടുകാരോടും എന്ത് പറയുന്നുള്ളതാ പ്രശ്നം. മോളെ, നിനക്കറിയില്ലേ എത്ര കഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു ബന്ധം ഒത്തുകിട്ടിയത്? അതും ഒരു സർക്കാർ ജോലിക്കാരന്. ഞാൻ രാജേഷിനെ വിളിച്ചോട്ടെ, എന്താ പ്രശ്നമെന്ന് അറിയണമല്ലോ. അച്ഛനെ ആരെയും വിളിക്കാൻ നിൽക്കണ്ട. ഞാനിനി അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞാ പോവില്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി മനസ്സിലാക്കണ്ട. എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടത് എന്ന്. മോളെ, 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 നീ എന്റെ അടുക്ക വന്ന് ഭക്ഷണം കഴിക്കൂ. എന്താ പ്രമേ? എന്താ എന്താ? മോള് വിളിച്ചിട്ട് പാല് ഓർക്കുന്നില്ല. മോളെ, കഥക് തുറക്ക്. മോളെ, കഥക് തുറക്ക്. മോളെ, 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 എണീക്ക് മോളെ, എണീക്ക് മോളെ, 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 ദേശിട്ട് നമ്മുടെ മോള്, മോളെ. ആ ദേവനോ, ഇരിക്കൂ. എനിക്ക് ചടങ്ങിനൊന്നും വരാൻ പറ്റിയില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. നടക്കാൻ പാടില്ലാത്ത നടന്നത്. ഓളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവിടെ അത്രക്ക് പ്രശ്നം ഉണ്ടായിട്ടും പിടിച്ചിരിക്കുന്നൊരു കുട്ടിയായിരുന്നല്ലോ. പിന്നെന്താ അവളിങ്ങനെ ചെയ്തത്? അതിന് മാത്രം എന്ത് പ്രശ്നം അവിടെ ഉണ്ടായി? അപ്പൊ നിങ്ങളോട് അവളൊന്നും പറഞ്ഞില്ലേ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയ്ക്കൊരു
ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ അവളെ മനസ്സിലാക്കിയില്ല. അവളെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവളിന്ന് ജീവനോടെ ഉണ്ടായിരുന്നു. ഇനി അവളുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഇനി അതേ ചെയ്യാനുള്ളൂ. നമുക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല.